രുചിയിലൊരു ബീഫ് കറി ഉണ്ടാക്കിയിട്ടുണ്ടോ? കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബീഫ് കറിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ആദ്യം തന്നെ ഒരു കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് 2 സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം ഒരു 10 ചെറിയുള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് നല്ലപോലെ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം ഒരു വലിയ തക്കാളിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം പൊടികളായി 2 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം പോണത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ബീഫ് കഴുകിയതും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ബീഫ് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്കർ അടച്ച് ഒരു 6-7 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വെന്ത് വന്നതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവയും കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കിടിലൻ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, താങ്ക് യു.